അത് ഈ അടുത്ത ദിവസം ഞാൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു കോളേജിലെ ഈ വർഷം ആരംഭത്തിൽ ഫസ്റ്റ് ഇയർ പിന്നെ കുട്ടികൾ വരുന്ന സമയത്ത് അവിടെ 98-99% കട്ട് ഓഫ് ഉള്ള വളരെ റെപ്യൂട്ടഡ് ആയ ഒരു സ്ഥാപനത്തിൽ ഫ്രഷേഴ്സ് മീറ്റ് എന്ന രീതിയിൽ ഒരു സെഷന് പോയി. അപ്പോൾ അവിടെ 800ഓളം വരുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം വലിയ കോമ്പറ്റീറ്റീവായ സെലക്ഷൻ ടെസ്റ്റുകളും അല്ലെങ്കിൽ സെലക്ഷൻ ട്രയലുകളൊക്കെ കഴിഞ്ഞിട്ട് വന്ന കുട്ടികളാണ്. നല്ല മാർക്കുള്ള നല്ല +2 ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ള കൂട്ടുകാരാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പോലെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ അവർ ദേ ഹാവ് ചൂസൺ ഓൾറെഡി എ കോഴ്സ്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നെങ്കിലും വിചാരിക്കാം. അവരൊരു കരിയർ ചൂസ് ചെയ്തു, സ്ഥാപനം സെലക്ട് ചെയ്തു, കോഴ്സ് സെലക്ട് ചെയ്തു. ദേ ആർ ജസ്റ്റ് ബിഗിനിങ് ദെയർ ജേർണി ഫോർ അനദർ 3 years or 4 years. അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ്, നിങ്ങൾ ചേർന്നിരിക്കുന്ന സ്ഥാപനം, നിങ്ങൾ തുടങ്ങുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ ജേണി യാത്ര, അടുത്ത ഘട്ടം, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ കരിയറിൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുള്ള, നിങ്ങൾ വിചാരിച്ച സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരോട് കൈവക്കാൻ പറഞ്ഞു. ഞാൻ 100% പ്രതീക്ഷിച്ചത് എല്ലാവരും കൈവക്കുന്നതാണ്. കാരണം 98% ആണ് ഏറ്റവും മിനിമൽ കട്ട് ഓഫ്. 99 and 100% വിൽ ബി ദ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ക്വാളിഫൈയിങ് ദി എൻട്രൻസ് ടെസ്റ്റ്. അങ്ങനെയൊക്കെ കഴിഞ്ഞു വന്ന കുട്ടികൾ എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത്, അതിൽ നിന്ന് ഇവിടെ 2-3 രക്ഷിതാക്കൾ കൈവക്കിയതുപോലെ ആ കൂട്ടത്തിൽ ഒരു 3-4 കുട്ടികൾ മാത്രം കൈവക്കി, വേറെ ആരും ഇല്ല. അപ്പം ഞാൻ സങ്കടത്തോടെ ഇവരോട് 1-2 ആളോട് മുന്നിൽ ഇരുന്നവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കൈവക്കാത്തതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ സംഗതി, ഈ ഡിഗ്രിയോ ഞങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സൊക്കെ ശരി, അതൊക്കെ ശരിയാണ്, ഞങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. പക്ഷെ ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഇതുകൊണ്ടൊന്നും ഒരു ജോലി കിട്ടും, ഒരു കരിയർ ഭദ്രമാകുന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു സംഗതി, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് 3 വർഷം 4 വർഷം സ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരു എഡ്യൂക്കഫയിൽ ഓടി വന്ന് സ്ഥാപനങ്ങളെ പരിചയപ്പെട്ട് അടുത്ത കോഴ്സ് എന്താവണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? റീസൺ ഈസ് വെരി വെരി സിമ്പിൾ. നമ്മുടെ കരിയറിനെ കാണുന്നത് നമ്മുടെ കേവലമായ +2 ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞ് ഈ കോഴ്സുകളുടെ ഒഴുക്കിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാടിൻ്റെ വർത്തമാനകാല സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അങ്ങനെ കഴിയുന്ന 70-80% ആളുകളും കരിയറിൽ അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. 1.5 ലക്ഷത്തോളം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ആളുകൾ നമ്മുടെ രാജ്യത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ അലയുന്നവരാണ്, പണിയില്ലാത്തവരാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടേതാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പണി കിട്ടാത്തവരുടെ എണ്ണം കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ഇല്ലാത്തതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഡിഗ്രി ഇല്ലാത്തതല്ല, PG ഇല്ലാത്തതല്ല, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതല്ല, നിങ്ങൾ പ്രോഗ്രസീവായ ഹയർ എഡ്യൂക്കേഷൻ ജേണി നടത്താത്തതൊന്നുമല്ല. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാവരും +2 കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം, ഒരു ഡിഗ്രി ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള മഹാഭൂരിഭാഗം ആളുകൾ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ കരിയറിൽ, നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനമായൊരു ലക്ഷ്യത്തിലേക്കോ സ്വപ്നത്തിലേക്കോ എത്തുന്നിടത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഏൽപ്പിക്കപ്പെടുന്ന പഠിക്കുന്ന കോഴ്സുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമ്മുടെ ജീവിതത്തിന് കഴിയുക, കരിയറിന് കഴിയുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കഴിയുക. പ്രത്യേകിച്ച് ഇപ്പം പണ്ടത്തെ കാലത്തെ പോലെ ഒരു 5-10 വർഷക്കാലം മുമ്പ് നമ്മൾ പരിചയിച്ചതുപോലെ ഇന്ന കോഴ്സ് കഴിഞ്ഞ്, ഇന്നത് കഴിഞ്ഞ് ഇന്ന ജോലി എന്നൊക്കെ പറയുന്ന ട്രെൻഡൊക്കെ മാറി. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ഘടനയിലൂടെ കടന്നുപോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കരിയർ ഉണ്ടാവൂ, ജീവിതം രക്ഷപ്പെടൂ എന്നുള്ള ഒരു ട്രഡീഷണലായ മൈൻഡ് സെറ്റോ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു സിനാരിയോ നിലവിലില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രതിഭയുണ്ടെങ്കിൽ, നിങ്ങൾ പ്രൂവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ, നിങ്ങൾ കോമ്പിറ്റൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിൻ്റെ ഉയരങ്ങളിലേക്കും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.